ഭയങ്കരമായിട്ട് ഗ്യാസിൻ്റെ ബുദ്ധിമുട്ട്. ഒന്ന് ശ്വാസം വിടാൻ പോലും പറ്റുന്നില്ല. വയറ് നിറച്ച് ഗ്യാസാണ്. വീർത്ത് പൊട്ടും പോലെ ഇരിക്കുക. ഈ പറയുന്ന വാക്കുകളൊക്കെ നമ്മൾ പലരും കേട്ടിട്ടുള്ള ഒന്നാണ്. അപ്പം ഗ്യാസിൻ്റെ ബുദ്ധിമുട്ടൊന്നും അനുഭവിക്കാത്ത ആരും തന്നെ നമ്മുടെ ഇടയിലില്ല. അപ്പോൾ ഈ ഗ്യാസ് ട്രബിൾ പലർക്കും പല രീതിയിലാണ് പ്രസൻറ്റ് ചെയ്യുക. ഗ്യാസിൻ്റെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന പ്രധാനമായ 10 ഭക്ഷണങ്ങളും അത് ഒഴിവാക്കാൻ നമുക്ക് ചെയ്യാവുന്ന ചെറിയ ചെറിയ ടിപ്സുകളും നമുക്ക് നോക്കാം. ഞാൻ ഡോക്ടർ പ്രിയ, QNB ഹെൽത്ത് കെയറിലെ ഹോമിയോപ്പതിക് ഫിസിഷ്യനാണ്. നമുക്ക് ഗ്യാസിൻ്റെ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമുക്ക് വയറിന് മാത്രമല്ല നമ്മുടെ തലയ്ക്കും ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം നമ്മുടെ ആമാശയത്തിനെയും തലച്ചോറിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന വാഗസ് എന്ന് പറയുന്ന ഒരു നാഡിയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഗ്യാസിൻ്റെ ബുദ്ധിമുട്ട് കയറി കഴിഞ്ഞാൽ വയറ് വീർത്ത് പൊട്ടും. അതോടൊപ്പം തന്നെ ഭയങ്കര തലവേദന, തലയ്ക്കൊരു മന്ദത പോലെയുള്ള ക്ഷീണമൊക്കെ കാണിക്കാറുണ്ട്. ചില ആൾക്കാർ പറയാറുണ്ട് ഒന്ന് ശ്വാസം എടുത്ത് വിടാൻ പോലും പറ്റില്ല, വയറ് അത്രയ്ക്ക് വീർത്തിരിക്കുകയാണെന്ന്. അപ്പോൾ ഈ ഗ്യാസിൻ്റെ ബുദ്ധിമുട്ടുകൾ ഇങ്ങനെ ഉണ്ടാവാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് ആദ്യം തന്നെ നോക്കാം. അപ്പോൾ ഒന്നാമതായി പറയുകയാണെങ്കിൽ നമ്മൾ കഴിക്കുന്ന രീതി തെറ്റായ രീതിയിലാണ് ഭക്ഷണം കഴിക്കുന്നതെങ്കിൽ, ഒന്നുകിൽ നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ സംസാരിച്ചുകൊണ്ട് ഭക്ഷണം കഴിക്കുക, നല്ലപോലെ ചവയ്ക്കുന്നില്ല. നമ്മുടെ ഡൈജഷൻ ഏറ്റവും ആദ്യം തുടങ്ങുന്നത് നമ്മുടെ വായിൽ നിന്ന് തന്നെയാണ്. അപ്പോൾ നല്ല രീതിയിൽ നമ്മുടെ ഉമിനീരൊക്കെ ആയിട്ട് മിക്സ് ചെയ്ത് അത് ആമാശയത്തിലേക്ക് എത്തുന്നു. അവിടുന്ന് പിന്നെ ചെറുകുടൽ, വൻകുടൽ ഒക്കെ വഴിയാണ് നമ്മുടെ ദഹന പ്രക്രിയ നടക്കുന്നത്. കൃത്യമായൊരു ദഹനം നടക്കാത്തതിന് ഒന്നാമത്തെ കാരണം നമ്മൾ സംസാരിച്ചുകൊണ്ടാണ് ഭക്ഷണം കഴിക്കുന്നത്. അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കുന്നതിനോടൊപ്പം തന്നെ വെള്ളം കുടിക്കുക. നമ്മൾ ഒന്ന് വായിൽ ഭക്ഷണം എടുക്കുന്നു, വെള്ളം കുടിക്കുന്നു. അപ്പം അങ്ങനെ ആകുമ്പം കംപ്ലീറ്റ് ആയിട്ട് ആ ഒരു ഡൈജഷൻ പ്രോസസ്സ് നടക്കില്ല. കാരണം ഡൈജസ്റ്റീവ് ഫ്ലൂയിഡൊക്കെ ആയിട്ട് അല്ലെങ്കിൽ ഒരു എൻസൈമായിട്ടൊന്നും നമ്മുടെ ഫുഡ് മിക്സ് ആയിട്ട് വരില്ല. അപ്പം അതാണ് ഒരു കാരണം. ഈ രണ്ടാമത് പുകവലി, മദ്യപാനം പോലുള്ള ശീലമുള്ള ആൾക്കാരാണെങ്കിൽ നമുക്ക് ആ ഒരു ഡൈജഷൻ പ്രോസസ്സ് ബുദ്ധിമുട്ടായിരിക്കും. നമ്മുടെ ആമാശയത്തിൽ ഒരുപാട് ഗ്യാസ് അല്ലെങ്കിൽ പുക, സ്മോക്ക് നമുക്ക് എത്താൻ കാരണമാവുകയും അതുവഴി അല്ലെങ്കിൽ നമ്മുടെ ബ്ലഡ് വെസൽസിനും നെർവ്സിനും ഒന്ന് കറക്റ്റായിട്ട് മെസ്സേജ് കിട്ടാതെ ഇരിക്കുകയും അതുവഴി ഡൈജഷൻ കുറച്ചുകൂടെ ബുദ്ധിമുട്ടാവും. ഇനി സ്ട്രെസ്സും ടെൻഷനും ഒക്കെ ഉണ്ടെങ്കിൽ അതും നമ്മളെ ബാധിക്കും. ഞാൻ പറഞ്ഞ പോലെ വാഗസ് നെർവ് ഉണ്ട്. അപ്പം നമുക്ക് നമ്മുടെ സ്ട്രെസ് എന്ന് പറയുന്നത് നമ്മുടെ തലച്ചോറുമായി ബന്ധപ്പെട്ടിരിക്കുകയാണെങ്കിൽ അവിടെ നിന്നും ഇങ്ങോട്ടേക്കുള്ള മെസ്സേജിൻ്റെ ആ ഒരു ടു ആൻഡ് ഫ്രോ മെക്കാനിസത്തിനൊക്കെ ബാധിക്കുന്നത് കൊണ്ട് തന്നെ നമ്മുടെ ദഹന പ്രക്രിയ കൃത്യമായിട്ട് നടക്കില്ല. ദഹനം കൃത്യമല്ല എന്നാണ് ഈ ഗ്യാസ് ഉള്ളതിൻ്റെ അർത്ഥം. ഇനി അല്ലാത്തൊരു കാരണം എന്ന് പറഞ്ഞാൽ ഇപ്പം മലബന്ധമുണ്ട്. മലബന്ധം ഉണ്ടെങ്കിൽ നമുക്ക് കൃത്യമായൊരു ദഹന പ്രക്രിയ അവിടെ നടക്കില്ല. വയറ്റിന് കൃത്യമായിട്ട് പോവാത്തത് കൊണ്ട് തന്നെ ആ ഒരു നിൽക്കുന്ന ഫുഡിൽ നിന്ന് വീണ്ടും ആ ഒരു ഡൈജഷൻ്റെ പ്രശ്നങ്ങളൊക്കെ വരികയും ഫൗൾ സ്മെല്ലിംഗ് ആയിട്ടുള്ള കീഴ്വായു ഭയങ്കര ദുർഗന്ധത്തോടു കൂടി പോകുന്ന കാരണമൊക്കെ ആകും. ചില ആൾക്കാർക്ക് ഏമ്പക്കമായിട്ട് അവിടെ പ്രസൻറ്റ് ചെയ്യുന്നത് കാണും. ഇനി IBS പോലെയുള്ള രോഗങ്ങൾ, ഇറിറ്റബിൾ ബവൽ സിൻഡ്രോം എന്ന് പറയാം. അതായത് എന്തെങ്കിലും ഒരു ആൻസൈറ്റി, സ്ട്രെസ്സോ ടെൻഷനോ ഒക്കെ ഉണ്ടെങ്കിൽ ഉടനെ ടോയ്ലറ്റിൽ പോകണം എന്നുള്ളൊരു തോന്നൽ, എവിടെയെങ്കിലും യാത്രയ്ക്ക് ഇറങ്ങണമെങ്കിൽ ഉടനെ ഒന്നുകൂടി മോശം പോകണം എന്നുള്ളൊരു തോന്നൽ, പക്ഷേ കംപ്ലീറ്റ് ആയിട്ടൊരു മോശം പോകത്തും ഉണ്ടാവില്ല. അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉള്ള ആൾക്കാർ ആണെങ്കിൽ അവർക്കും ഈ പറഞ്ഞ ഗ്യാസിൻ്റെ ബുദ്ധിമുട്ടുണ്ട്. ചില മെഡിസിൻസ് ഒക്കെ കഴിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ചില ആൻറ്റിബയോട്ടിക്സിൻ്റെ ഒക്കെ കഴിക്കുമ്പോൾ നമുക്ക് ഗ്യാസ് ട്രബിൾ വരാനുള്ള ചാൻസ് കൂടുതലാണ്. ഇനി സെഡൻഡറി ലൈഫാണ് നിങ്ങളുടെ ഏതെങ്കിലും, കൃത്യമായിട്ട് ഒരു വ്യായാമവും ഇല്ല, നമ്മുടെ ആമാശയത്തിൻ്റെ അടുത്തൊക്കെ ഒരുപാട് മസിൽസ് ഉണ്ട്. ഈ ഒരു മസിൽസിൻ്റെ മൂവ്മെൻറ്റ്സ് ഉണ്ടെങ്കിൽ മാത്രമേ ആമാശയത്തിൻ്റെ ആ ഒരു മൂവ്മെൻറ്റ്സ് കറക്റ്റായിട്ട് നടക്കുകയുള്ളൂ. അപ്പോൾ ആ ഒരു സെഡൻഡറി ലൈഫാണെങ്കിൽ അവിടെയും ഗ്യാസ് ട്രബിൾ ഉണ്ടാവാൻ കാരണമാകും. ഇപ്പോൾ കിടപ്പ് രോഗികളൊക്കെ ആണെങ്കിൽ അവർക്ക് യാതൊരു മൂവ്മെൻറ്റ്സ് ഒന്നുമില്ല. അപ്പം അതുകൊണ്ട് തന്നെ ദഹന പ്രക്രിയ വീക്കാവുകയും അതിൻ്റെ ഭാഗമായിട്ട് വരാം. ഇനി ഡയബറ്റിസ് പോലെയുള്ള രോഗങ്ങളൊക്കെ ഉള്ളവരാണെങ്കിൽ ഇപ്പം ഡയബറ്റിസ് നമ്മുടെ നാഡികളെയൊക്കെ ബാധിക്കുമ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് അവിടെ മസിൽസൊക്കെ വീക്കാവുകയും അങ്ങനെയും വരാം. ഇനി ഇതല്ലാതെ തന്നെ നമുക്ക് മറ്റ് പല മെറ്റബോളിക് ഡിസോർഡേഴ്സ് ഒക്കെ ഉള്ളവർക്കും ഏജ് ആവുന്നതിൻ്റെ ഒരു ഭാഗമായിട്ട് ഗ്യാസ് ട്രബിൾ കൂടുതലായിട്ട് നിൽക്കുന്നത് കാണാം. ഇതൊക്കെയാണ് പ്രധാനമായിട്ട് നമ്മൾ ഗ്യാസിൻ്റെ പ്രശ്നങ്ങൾ. ഇതല്ലാതെ അധികം ഫൈബർ അടങ്ങിയ ഭക്ഷണങ്ങളൊക്കെ നമ്മൾ കഴിക്കുകയാണെങ്കിൽ, ഹെൽത്തി ആവാൻ വേണ്ടിയിട്ട് ഇത്രയും നാൾ ജങ്ക് ഫുഡ് കഴിച്ച ഒരാൾ പെട്ടെന്ന് ഹെൽത്തി ഫുഡിലേക്ക് മാറാൻ വേണ്ടി ധാരാളം ഫൈബേഴ്സൊക്കെ കഴിക്കുകയാണെങ്കിൽ അതിൻ്റെ ഭാഗമായിട്ട് ഗ്യാസ് ട്രബിൾ ഉണ്ടാവും. അപ്പോൾ നമുക്കിനി പ്രധാനമായിട്ടും ഗ്യാസ് ട്രബിൾ മിക്ക ആൾക്കാരും പറയുന്നത് 10 ഭക്ഷണം അല്ലെങ്കിൽ നമുക്കത് ഗ്യാസ് ട്രബിൾ ഉണ്ടാവാതെ എങ്ങനെ കഴിക്കാമെന്ന് നോക്കാം. ഒന്നാമതായിട്ട് മിക്ക ആൾക്കാരും പറയുന്നതാണ് പയറുവർഗ്ഗങ്ങൾ എന്ന് പറയുമ്പോൾ ചെറുപയർ, കടല, പരിപ്പ് ഇതൊക്കെ കഴിച്ചാലും എനിക്ക് ഗ്യാസാണ്, അതുകൊണ്ട് ഞാനിതൊന്നും കഴിക്കുന്നില്ല എന്ന്. അപ്പം ഇതെല്ലാം പ്രോട്ടീൻ റിച്ച് ഫുഡാണ്. നമുക്കൊരു ദിവസം നമുക്ക് ഒരു ശരീരഭാരം വെച്ച് നോക്കുകയാണെങ്കിൽ 1 കിലോയ്ക്ക് 0.8 ഗ്രാം പ്രോട്ടീൻ വേണം. നമ്മൾ ഇന്ന് ആക്യുറേറ്റ് ആയിട്ട് പറയുക അല്ലെങ്കിൽ ഒരു അപ്രോക്സിമേറ്റ്ലി പറയുമ്പോൾ ഓൾമോസ്റ്റ് 1 കിലോയ്ക്ക് 1 ഗ്രാം പ്രോട്ടീൻ വേണം. അപ്പം നമ്മൾ പ്രോട്ടീൻ ഒന്നും കഴിക്കാതിരുന്നു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ നിന്ന് പ്രോട്ടീൻ എനർജി ലോസ് ഉണ്ടാവും, നമ്മുടെ ശരീരം ഭയങ്കരമായിട്ട് ക്ഷീണമാവും. അപ്പോൾ നമ്മളിത് കഴിക്കാതിരിക്കുകയല്ല വേണ്ടത്, നമുക്ക് പകരം ഹെൽത്തി ആയിട്ട് കഴിക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഈ പയറ്, കടല, പരിപ്പ് ഇവയിലൊക്കെ ഒരു പാർട്ട് കാർബോഹൈഡ്രേറ്റ് അല്ലെങ്കിൽ അന്നജമാണ്, മറ്റൊരു പാർട്ട് പ്രോട്ടീനാണ്. നമ്മൾ ഇത് ഒഴിവാക്കാൻ വേണ്ടി, ഗ്യാസിൻ്റെ ബുദ്ധിമുട്ട് ഒഴിവാക്കാൻ വേണ്ടി പിറ്റേന്ന് രാവിലെയോ ഉച്ചയ്ക്കോ എപ്പോൾ വേണമെങ്കിലും നമ്മൾ കുക്ക് ചെയ്യുകയാണെങ്കിൽ തലേദിവസം രാത്രി തന്നെ ഇത് കുതിർത്താൻ വേണ്ടി ഇടുക.
അതായത് നമ്മൾ വെള്ളത്തിൽ കുതിർക്കുന്ന സമയത്ത് ഈ പയറ്, കടല, പരിപ്പ് ഇവയിൽ നിന്നെല്ലാം പ്രോട്ടീനും കാർബോഹൈഡ്രേറ്റും ഒക്കെ സെപ്പറേറ്റഡ് ആവും. അപ്പോൾ ഇങ്ങനെ സെപ്പറേറ്റഡ് ആയി കഴിഞ്ഞിട്ട് നമ്മൾ കുക്ക് ചെയ്യുന്ന സമയത്ത് കൃത്യമായിട്ട് നമ്മൾ കുക്ക് ചെയ്യുകയും അത് നമ്മുടെ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിലോ അല്ലെങ്കിൽ നമ്മുടെ ആമാശയത്തിലെത്തുമ്പോൾ കൃത്യമായിട്ട് ദഹിക്കുകയും ചെയ്യും. ഇനി അടുത്തൊരു പോയിന്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ മാക്സിമം ചൂടോടുകൂടി കഴിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. നമ്മൾ തണുക്കുന്ന സമയത്ത് ഈ പ്രോട്ടീനും കാർബോഹൈഡ്രേറ്റും ഒക്കെ വീണ്ടും ജോയിൻ്റ് ആയിട്ട് ഗ്യാസ് ട്രബിൾ ഉണ്ടാവും. നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ ആമാശയത്തിൽ വെച്ചിട്ട് ഈ പ്രോട്ടീനും കാർബോഹൈഡ്രേറ്റും ഒക്കെ നമുക്ക് ഡൈജഷൻ നടക്കുകയും പകരം കുറച്ച് ഫൈബർ ഉള്ളത് നമുക്ക് ചെറുകുടലിൽ അല്ലെങ്കിൽ വൻകുടലിൽ വെച്ചിട്ടാണ് ഈ ഒരു ഡൈജഷൻ കംപ്ലീറ്റ് ആവുന്നത്. നമ്മൾ ചൂടോടുകൂടി കഴിക്കുന്ന സമയത്ത് ഈ ഓരോ പാർട്ടും സെപ്പറേറ്റഡ് ആയിട്ടിരിക്കും. കറികളെല്ലാം തണുക്കുന്ന സമയത്ത് പ്രോട്ടീനും അതുപോലെ തന്നെ ഫൈബറും കാർബോഹൈഡ്രേറ്റും ഒക്കെ മിക്സ് ആവും. അപ്പോൾ നേരെ ഈ പ്രോട്ടീൻ്റെയും കാർബോഹൈഡ്രേറ്റിൻ്റെയും ഡൈജഷൻ വയറിൽ നടക്കാതെ നേരെ ചെറുകുടലിൽ ചെല്ലും. അപ്പം ഒരു ഡൈജഷൻ ഇൻകംപ്ലീറ്റ്നെസ് അവിടെ നടക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഒരു ഗ്യാസ് ട്രബിൾ ഉണ്ടാകുന്നത്. പിന്നീട് മൂന്നാമത്തെ ഒരു ടിപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കറി വെച്ച് കഴിക്കുന്ന കടലയുടെ തൊലി കളഞ്ഞിട്ട് വേണം നമ്മൾ കഴിക്കുന്ന സമയത്ത് അതിൻ്റെ തൊലി കളയുക. എന്നിട്ട് കഴിക്കുകയാണെങ്കിലും ഒരു പരിധി വരെ നമുക്ക് ഗ്യാസ് ട്രബിൾ കുറയ്ക്കാൻ പറ്റും. ഇനി രണ്ടാമതായിട്ട് പല ആൾക്കാരും പറയുന്നതാണ് കിഴങ്ങ് വർഗ്ഗങ്ങൾ. കിഴങ്ങ് വർഗ്ഗങ്ങൾ എന്ന് പറയുമ്പോൾ കപ്പ, ചേന, ചേമ്പ് ഇവയൊക്കെ കിഴങ്ങ് വർഗ്ഗങ്ങളാണ്. ഇതിലൊക്കെ സോലുബിളും ഇൻസോലുബിൾ ഫൈബേഴ്സ് ഒക്കെ അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നല്ലൊരു എനർജി സോഴ്സുമാണ്. നമുക്ക് നല്ല ഫൈബേഴ്സ് ഒക്കെ കിട്ടുന്നതുകൊണ്ട് തന്നെ നമ്മുടെ ചെറുകുടലും വൻകുടലും ഒക്കെ നല്ലപോലെ ക്ലീൻ ആക്കുകയും മലശോധനയൊക്കെ കൃത്യമായിട്ട് നടത്താനും വേണ്ടി സഹായിക്കും. അപ്പോൾ ഇത് കഴിക്കുന്നത് നമ്മൾ ചെയ്യേണ്ട ടിപ്പ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇതും ചൂടോടുകൂടി കഴിക്കുക. ചൂടോടുകൂടി കഴിക്കുന്ന സമയത്ത് ഇതിലുള്ള കാർബോഹൈഡ്രേറ്റ് കൃത്യമായിട്ട് ആമാശയത്തിൽ ദഹിക്കുകയും ബാക്കിയുള്ള ഫൈബർ കൃത്യമായിട്ട് നമ്മുടെ ചെറുകുടലിലെത്തുകയും അവിടെ ദഹന പ്രക്രിയ നടക്കുകയും ബാക്കി ഡൈജഷൻ കംപ്ലീറ്റ് ആവുകയും ചെയ്യും. ഇനി നമ്മളിത് തണുത്തിട്ടാണ് കഴിക്കുന്നതെങ്കിൽ ആമാശയത്തിലെത്തുന്ന ഈ ഒരു കാർബോഹൈഡ്രേറ്റ് അവിടെ ഡൈജഷൻ നടക്കാതെ ഫൈബറിനോടൊപ്പം നമ്മുടെ ചെറുകുടലിലെത്തുകയും ഇവിടെ ആ ഒരു ചെറുകുടലിൽ വെച്ച് അതിൻ്റെ ഡൈജഷൻ ഇൻകംപ്ലീറ്റ് ആയിട്ടാണ് നടക്കുക. അത് നമുക്ക് ഗ്യാസ് ട്രബിൾ ഉണ്ടാവാൻ കാരണമാവാറുണ്ട്. ഇനി മൂന്നാമതായിട്ട് ചില ആൾക്കാർ പറയുന്ന ഒന്നാണ് ആപ്പിൾ കഴിച്ചിട്ട് ഗ്യാസിൻ്റെ ബുദ്ധിമുട്ടുണ്ടാവുക. അത് ചെറിയ കുട്ടികൾക്കൊക്കെ നമ്മൾ ആപ്പിൾ കൊടുക്കാൻ തുടങ്ങുന്ന സമയത്താണ് ഈ ഒരു പ്രശ്നം കൂടുതലായിട്ട് കേൾക്കുക. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടി നിങ്ങൾ ആപ്പിൾ പുഴുങ്ങി കഴിക്കുന്നത് അല്ലെങ്കിൽ ആപ്പിൾ കഴിച്ചാൽ ചിലപ്പോൾ ലൂസ് മോഷനൊക്കെ ആയിട്ട് പ്രസൻറ്റ് ചെയ്യുന്നത് പുഴുങ്ങിയിട്ട് കഴിക്കുകയാണെങ്കിൽ ഒരു പരിധി വരെ കുറയ്ക്കും. നാലാമതായിട്ട് പാല് കുടിക്കുന്ന അല്ലെങ്കിൽ പാലിൻ്റെ പ്രൊഡക്ട്സ് കഴിക്കുമ്പോൾ ആ ഒരു ടൈമിൽ പല ആൾക്കാർക്കും ഗ്യാസിൻ്റെ ബുദ്ധിമുട്ട് വരാറുണ്ട്. ചായയോ കാപ്പിയോ ഒക്കെ കുടിക്കുന്ന സമയത്ത് ഗ്യാസിൻ്റെ ബുദ്ധിമുട്ട് പറയാറുണ്ട്. അപ്പോൾ അതിന് കാരണം ഈ പാലിലുള്ള ലാക്ടോസിനെ ദഹിപ്പിക്കാൻ വേണ്ട എൻസൈം ചില ആൾക്കാരിൽ ആബ്സെൻ്റ് ആയിരിക്കും. അപ്പോൾ അവർക്കൊരു ലാക്ടോസ് ഇൻടോളറൻസ് കാണിക്കാറുണ്ട്. അപ്പം അങ്ങനെയുള്ള ആൾക്കാർക്ക് ഈ പാല് ഡയറക്റ്റായിട്ട് ഉപയോഗിക്കുന്നതിന് പകരം അതിൽ നല്ലതായിട്ട് നെയ്യ് അല്ലെങ്കിൽ ചീസ്, തൈര് ഇതൊക്കെയായിട്ട് ഉപയോഗിക്കാവുന്നതാണ്. ഇങ്ങനത്തെ പ്രൊഡക്ട്സ് ഉപയോഗിക്കുമ്പോൾ ഈ ഒരു ഗ്യാസ് ട്രബിൾ ഉണ്ടാവില്ല. പകരം ഈ തൈര് എന്ന് പറയുമ്പോൾ അതിൽ ധാരാളം കാൽസ്യം ഉണ്ട്, പ്രൊബയോട്ടിക് ആണ്, നമ്മുടെ ഗട്ട് ഹെൽത്ത് കുറച്ചുകൂടി ഇമ്പ്രൂവ് ചെയ്യാനും അല്ലെങ്കിൽ ഈ ഗ്യാസ് ട്രബിൾ മാറ്റാനും സഹായിക്കും. അപ്പോൾ അങ്ങനെ ഒരു ഫോമിൽ ഇത് കഴിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഇനി അഞ്ചാമതായിട്ട് ഇപ്പോൾ മദ്യം കുടിക്കുന്ന ആൾക്കാർക്ക് അല്ലെങ്കിൽ രാത്രിയൊക്കെ ഡ്രിങ്ക്സ് ഒക്കെ കഴിച്ച് കഴിഞ്ഞാൽ ഭയങ്കര ഉറങ്ങാൻ പറ്റാത്ത രീതിയിൽ ഗ്യാസിൻ്റെ ബുദ്ധിമുട്ടുണ്ടാകും. അപ്പോൾ അങ്ങനെയുള്ളവർ ശ്രദ്ധിക്കേണ്ടത്, ഇപ്പോൾ പുകവലി ആയിക്കോട്ടെ, അങ്ങനെയുള്ളവർ ശ്രദ്ധിക്കേണ്ടത് ഇപ്പോൾ മദ്യം, പുകവലി പോലെയുള്ള ശീലമുള്ളവരാണ് യാതൊരു ഗുണവും അവർ നമ്മുടെ ശരീരത്തിൽ ചെയ്യുന്നില്ല. പകരം ധാരാളം ദോഷം മാത്രമേ ചെയ്യുന്നുള്ളൂ. പുകവലിയുടെ ഒരു ഭാഗമായിട്ട് ധാരാളം സ്മോക്ക് നമുക്ക് ആമാശയത്തിലെത്തുകയും അത് നമുക്ക് ഡൈജഷന് ബുദ്ധിമുട്ടുണ്ടാവുകയും ചെയ്യും. അങ്ങനെയും ഗ്യാസ് ട്രബിൾ ഉണ്ടാവാം. അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ രക്തക്കൊഴലുകളൊക്കെ ബാധിക്കുന്ന വഴി നമുക്ക് ഒരു ക്ലീനിങ് പ്രോസസ്സ് ഒന്നും കൃത്യമായിട്ട് നടക്കില്ല. നമ്മുടെ നാടികളൊക്കെ വീക്കാവും. അതുകൊണ്ടൊക്കെ ഡൈജഷൻ ഇൻകംപ്ലീറ്റ് ആയിട്ട് മാറും. അത് നമുക്ക് ഗ്യാസ് ട്രബിൾ ഉണ്ടാകും. അപ്പോൾ കഴിവതും ഇത് ഒഴിവാക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഇനി ആറാമതായിട്ട് ഒരുപാട് ആൾക്കാർ പറയുന്നതാണ് ഗ്ലൂട്ടൻ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ. ഇപ്പം അത് ഗ്ലൂട്ടൻ അലർജി ഉള്ള ആൾക്കാരായിരിക്കും. ഇപ്പോൾ ഗോതമ്പ്, ഓട്സ് ഇതൊക്കെ കഴിക്കുമ്പോഴാണ് ബുദ്ധിമുട്ടെങ്കിൽ നിങ്ങൾ കഴിവതും അത് സ്കിപ്പ് ചെയ്യുക. അതിന് പകരം വേറെ എന്തെങ്കിലും ഉപയോഗിക്കുകയാണ് ഏറ്റവും നല്ലത്. ഇനി ഏഴാമതായിട്ട് കാർബണേറ്റഡ് ഡ്രിങ്ക്സ്. അത് ഒരുപാട് പേര് പറയുന്ന പ്രശ്നമാണ്. നമുക്ക് ഗ്യാസിൻ്റെ ബുദ്ധിമുട്ടൊക്കെ വരുന്ന സമയത്ത് പല ആൾക്കാരും പറഞ്ഞാൽ ഒരു സോഡ കുടിച്ചാലോ അല്ലെങ്കിൽ സ്പ്രൈറ്റ് പോലെയുള്ള ഡ്രിങ്ക്സ് ഒക്കെ കുടിച്ച് കഴിഞ്ഞാൽ നല്ല ഗ്യാസിന് ആശ്വാസം വരും. ഇത് തെറ്റായൊരു ധാരണയാണ്. താൽക്കാലികമായിട്ടൊരു സുഖം കിട്ടുമെങ്കിലും ഈ ഒരു ഡ്രിങ്ക്സ് നമ്മുടെ ആമാശയത്തിലെത്തി അവിടെ ചൂട് തട്ടുന്ന സമയത്ത് നമ്മുടെ മറ്റേ എൻസൈമാറ്റിക് റിയാക്ഷൻ്റെ ഭാഗമായിട്ട് കാർബൺ ഡൈ ഓക്സൈഡ് സെപ്പറേറ്റഡ് ആവുകയും ഗ്യാസ് എക്സ്കേപ്പ് ചെയ്യുകയും ചെയ്യുമ്പോൾ നമുക്ക് കൂടുതൽ ബുദ്ധിമുട്ടാണ് നമ്മുടെ വയറിൽ ഉണ്ടാവുക. അപ്പോൾ അവിടെ കൂടുതൽ ഗ്യാസ് ഫോർമേഷനാണ് ഉണ്ടാവുക. അപ്പോൾ അതിന് പകരം നിങ്ങൾ അങ്ങനത്തെ ഡ്രിങ്ക്സുകൾ കഴിവതും ഒഴിവാക്കുക. പകരം ചെറു ചൂടുവെള്ളം കുടിക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ നല്ലതായിരിക്കും. ഇനി എട്ടാമതായിട്ട് ഇലക്കറികൾ ധാരാളമായി കഴിക്കുന്ന ആൾക്കാർ. അത് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ജങ്ക് ഫുഡുകളൊക്കെ പെട്ടെന്ന് നിർത്തി നന്നാവാം എന്നോർത്തിട്ട് നമ്മൾ ഇലക്കറികൾ അല്ലെങ്കിൽ ധാരാളം ഫൈബർ അടങ്ങിയ ഭക്ഷണം ഒറ്റയടിക്ക് കഴിക്കുന്ന സമയത്ത് അത് നമ്മുടെ വയറിന് ഒരു ഇറിറ്റേഷൻ ഉണ്ടാവുകയും അപ്പോൾ അങ്ങനെ ഈ ഫൈബർ അധികമായി ചെല്ലുന്നതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് ഗ്യാസ് ട്രബിൾ വരും. അപ്പോൾ അങ്ങനെയുള്ളവർ ശ്രദ്ധിക്കേണ്ടത് എപ്പോഴും നമ്മൾ ഫൈബർ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത്
കുറഞ്ഞ ക്വാണ്ടിറ്റിയിൽ ആദ്യം സ്റ്റാർട്ട് ചെയ്യുക, കുറഞ്ഞ അളവിൽ മാത്രം ആദ്യം കഴിച്ചു തുടങ്ങുക. നമ്മുടെ വയറ് ഓക്കെ ആയതിനു ശേഷം മാത്രം അടുത്ത എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. പിന്നീട് നമ്മൾ ശ്രദ്ധിക്കുന്നത് ഇതും ചെറിയ ചൂടോടുകൂടി തന്നെ കഴിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അപ്പോൾ ഈ ഒരു ഗ്യാസ് ട്രബിൾ ഒരു പരിധി വരെ കുറയ്ക്കാൻ പറ്റും. അതുപോലെ ഇത് കുക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് വെളുത്തുള്ളി ഒക്കെ ആഡ് ചെയ്യുകയാണെങ്കിൽ ഒരു പരിധി വരെ നമുക്ക് ഗ്യാസ് ട്രബിൾ കുറയ്ക്കുന്നതായിട്ടും പറ്റുന്നുണ്ട്. ഇനി 9ാമതായിട്ട് ആർട്ടിഫിഷ്യൽ സ്വീറ്റ്നേഴ്സ്, അതായത് നമ്മൾ മധുരമടങ്ങിയ ഭക്ഷണം. ഇപ്പം മധുരം എന്ന് പറയുമ്പോൾ പഞ്ചസാര ആണെങ്കിൽ തന്നെ നമുക്കറിയാം ഒരു വൈറ്റ് പോയിസൺ ആണ്. അപ്പോൾ പഞ്ചസാര ആയിക്കോട്ടെ അല്ലെങ്കിൽ മറ്റ് ഫ്രക്ടോസിൻ്റെ കണ്ടൻസ് ഒക്കെ ആയിക്കോട്ടെ, ഇതെല്ലാം കഴിക്കുന്ന സമയത്ത് നമ്മുടെ ആ വയറിൽ കറക്റ്റായിട്ട് ഒരു ഡൈജസ്റ്റീവ് പ്രോസസ്സ് നടക്കാത്തതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ നമ്മൾ മാക്സിമം ഇങ്ങനത്തെ ജങ്ക് ഫുഡ്സുകൾ ഒഴിവാക്കുക. പകരം നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും ഒരു ക്രേവിംഗ് ഉണ്ടെങ്കിൽ അതിന് പകരം നിങ്ങൾക്ക് എന്തെങ്കിലും ഫ്രൂട്ടോ വെജിറ്റബിളോ ഒക്കെ കട്ട് ചെയ്ത് കഴിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഇനി അടുത്ത ലാസ്റ്റ് 10ാമത്തെ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ 10ാമത്തെ ഫുഡ് മെയിൻലി ഉള്ളി അടങ്ങിയ ഭക്ഷണങ്ങൾ. അപ്പം ചില ആൾക്കാർക്ക് ഈ ഉള്ളി കഴിക്കുമ്പോൾ അതിൽ അല്ലിസിൻ എന്ന് പറയുന്ന ഒരു കമ്പോണൻറ്റ് നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാറുണ്ട്. പക്ഷെ അത് കുക്ക് ചെയ്ത് കഴിക്കുമ്പോൾ അത്ര ബുദ്ധിമുട്ട് പറയാറില്ല. ഇത് പച്ച കഴിക്കുമ്പോൾ, ഉള്ളിയൊക്കെ പച്ചയ്ക്ക് കഴിക്കുന്ന സമയത്താണ് കൂടുതലും ഈ ഒരു പ്രശ്നം പറയാറ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ഉപയോഗം കഴിവതും കുറയ്ക്കുക. ഇപ്പോൾ ഈ 10 ഭക്ഷണങ്ങളാണ് കൂടുതൽ ആൾക്കാർക്കും ഗ്യാസ് ട്രബിൾ പറയുന്നത്. അപ്പോൾ ഈ പറഞ്ഞ രീതിയിൽ അത് മോഡിഫൈ ചെയ്ത് കഴിക്കുക. ഇതിനോടൊപ്പം തന്നെ ഇത് ഗ്യാസ് ട്രബിൾ കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഒരു ടിപ്പ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കയ്യിലെ വിരലുകൾ, ഈ വിരലുകൾ നമ്മുടെ വാരിയെല്ലിന് താഴെയായിട്ട് ആ ഒരു ഗ്യാസിൻ്റെ ബുദ്ധിമുട്ടുള്ള സമയത്ത് നല്ലപോലെ ആ ഒരു വാരിയെല്ലിൻ്റെ താഴെയായിട്ട് 2 സൈഡിലും ഒരു ഫിംഗേഴ്സ് വെച്ചിട്ട് ഒന്ന് പ്രസ് ചെയ്തിട്ട് ആ ഒരു ഏരിയയിൽ ചെറിയൊരു മസാജ് കൊടുക്കുക. ആ മസാജ് കൊടുക്കുന്ന സമയത്ത് ഇപ്പം നമ്മുടെ ഒരുപാട് ഗ്യാസൊക്കെ എക്സ്കേപ്പ് ചെയ്ത് എമ്പക്കൊക്കെ ആയിട്ട് പോകും. അപ്പോൾ നമുക്ക് നല്ലൊരു റിലീഫ് കിട്ടുന്നത് കാണാൻ പറ്റും. പിന്നീട് 2ാമതായിട്ട് നമുക്കിങ്ങനെ ഗ്യാസിൻ്റെ ബുദ്ധിമുട്ടൊക്കെ ഉള്ള സമയത്ത് ചെറു ചൂടുവെള്ളം കുടിക്കുന്നത് നമുക്ക് ഗ്യാസിൻ്റെ ബുദ്ധിമുട്ട് കുറയ്ക്കാൻ ഒരു പരിധി വരെ സഹായിക്കുന്നുണ്ട്. പിന്നെ ഇത് കംപ്ലീറ്റ് ആയിട്ട് മാറ്റണമെങ്കിൽ ഏറ്റവും നല്ല ടിപ്പ് എന്ന് പറഞ്ഞാൽ കൃത്യമായൊരു വ്യായാമമാണ്. നമുക്ക് നമ്മുടെ വയറിനോ അല്ലെങ്കിൽ നമ്മുടെ ബാക്കി മസിൽസിനെ ഒക്കെ ആക്റ്റീവ് ആക്കാൻ വേണ്ടി കൃത്യമായിട്ട് വ്യായാമം ചെയ്യുക. അതുണ്ടെങ്കിൽ തന്നെ ഒരു പരിധി വരെ നമുക്ക് ഗ്യാസിൻ്റെ ബുദ്ധിമുട്ട് കംപ്ലീറ്റ് ആയിട്ട് മാറും. പിന്നീട് ഈ മലബന്ധം പോലെയുള്ള പ്രശ്നമാണ് നിങ്ങൾക്ക് ഗ്യാസ് ട്രബിൾ ഉണ്ടാക്കുന്നതിന്, അത് ഓവർകം ചെയ്യുക. അതിനുവേണ്ടി നമുക്കൊരു ഡോക്ടറുടെ കൺസൾട്ടേഷൻ എടുക്കണം. അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അണ്ടർലൈൻ കോസ് ഉണ്ടെങ്കിൽ അതിനെ നമ്മൾ ഓവർകം ചെയ്യുകയാണെങ്കിൽ ഗ്യാസിൻ്റെ ട്രബിൾ കംപ്ലീറ്റ് ആയിട്ട് മാറും. പിന്നെ ഭക്ഷണം കഴിക്കുന്നതിനോടൊപ്പം വെള്ളം കുടിക്കാതിരിക്കും. ഒന്നെങ്കിൽ ഭക്ഷണത്തിന് 1 മണിക്കൂർ മുൻപ് അല്ലെങ്കിൽ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞിട്ട് 1 മണിക്കൂർ കഴിഞ്ഞ് മാത്രം വെള്ളം കുടിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ചവച്ചരച്ച് കഴിക്കുക. അപ്പോൾ കുട്ടികളൊക്കെ ആണെങ്കിൽ തന്നെ TV ഒക്കെ കാണിച്ച് അല്ലെങ്കിൽ ഫോൺ കാണിച്ച് ഭക്ഷണം കൊടുക്കുന്നതൊക്കെ ഒഴിവാക്കിയിട്ട് നല്ലപോലെ ചവച്ചരച്ച് സമാധാനത്തോടെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. സ്ട്രെസ് ഉള്ളപ്പോൾ ഭക്ഷണം കഴിക്കാതിരിക്കുക. അത് നമുക്ക് ഗ്യാസ് ട്രബിൾ ഉണ്ടാക്കാൻ കാരണമാകും. അപ്പോൾ നമ്മളൊന്ന് കൂളായിട്ട്, അപ്പോൾ സ്ട്രെസ്സോ ടെൻഷനോ ഒക്കെ ഉള്ള സമയത്ത് ഒന്ന് ഡീപ്പ് ബ്രീത്ത് എടുത്ത് പതിയെ ഒന്ന് റിലാക്സ് ചെയ്ത ശേഷം മാത്രം ഭക്ഷണം കഴിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഇനി ഇതിനോടൊപ്പം തന്നെ നമ്മുടെ വീട്ടിലുള്ള ജീരകം, അയമോദകം ഒക്കെ വളരെ നല്ലതാണ്. ഇപ്പോൾ ജീരകത്തിലൊക്കെ ധാരാളം എസെൻഷ്യൽ ഓയിൽസ് ഒക്കെ ഉണ്ട്. അത് നമുക്ക് ഒരു ഗ്യാസിൻ്റെ ബുദ്ധിമുട്ടൊക്കെ കുറയ്ക്കാൻ സഹായിക്കും. ജീരക വെള്ളം കുടിക്കാം. അയമോദകത്തിലാണെങ്കിൽ തൈമോൾ എന്ന് പറയുന്നൊരു കണ്ടന്റ് ഉണ്ട്. അപ്പോൾ അത് നമുക്കൊരു പരിധിവരെ ഗ്യാസ് ട്രബിൾ കുറയ്ക്കാൻ സഹായിക്കുന്നുണ്ട്. പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ചതച്ചിട്ട് അത് നമുക്കൊരു ചെറു ചൂടുവെള്ളത്തിലിട്ട് മിക്സ് ചെയ്തിട്ട് ആ ഒരു വെള്ളം കുടിക്കുന്നത് ഗ്യാസ് ട്രബിൾ കുറയ്ക്കാൻ സഹായിക്കും. ഇനി ഏറ്റവും നല്ലതാണ് ലെമൺ ടീ. നല്ലൊരു ഓപ്ഷനാണ് ഗ്യാസ് ട്രബിൾ കുറയ്ക്കാൻ വേണ്ടിയിട്ട്. ഒരു കുറഞ്ഞ അളവിൽ നമ്മൾ ടീ പൗഡർ ഇട്ട് ചായപ്പൊടി ഇട്ടിട്ട് കട്ടൻ ചായ ഉണ്ടാക്കിയിട്ട് ഒരു ഹാഫ് ചെറുനാരങ്ങയും കൂടി പിഴിഞ്ഞ് അതിനകത്തോട് ആഡ് ചെയ്തിട്ട് കുടിക്കുന്നത് നല്ല രീതിയിൽ ഗ്യാസ് ട്രബിൾ കുറയ്ക്കാൻ വേണ്ടി സഹായിക്കുന്നുണ്ട്. അപ്പോൾ ഈ പറഞ്ഞ ഭക്ഷണങ്ങളൊക്കെ അല്ലെങ്കിൽ ഈ പറഞ്ഞ ടിപ്പുകളൊക്കെ നിങ്ങൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗ്യാസ് ട്രബിൾ ഒരു പരിധി വരെ കുറയ്ക്കാം. കംപ്ലീറ്റ് ആയിട്ട് മാറാൻ വേണ്ടി, ഹെൽത്തി ആയിട്ട് ബോഡി ഇരിക്കാൻ വേണ്ടി കൃത്യമായൊരു വ്യായാമം, കൃത്യമായൊരു ഭക്ഷണ രീതി നിങ്ങൾ തന്നെ സെറ്റ് ചെയ്യുക. ഇനി എന്തെങ്കിലും ഞാൻ ഈ പറഞ്ഞ കാര്യത്തിൽ ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. മറ്റൊരു ഹെൽത്ത് ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണുന്നത് വരെ നന്ദി.